മതനിരപേക്ഷമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് കുഞ്ചാക്കോ. അത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതലുള്ള സിനിമകളുടെ ശീർഷകങ്ങളെല്ലാം തന്നെ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ സീത ഹിന്ദു പുരാണത്തെ ആധാരമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമയിലൂടെയാണ് പി സുശീല മലയാള സിനിമയിൽ ഗായിക എന്ന നിലയിൽ ആദ്യമായിട്ട് അരങ്ങേറുന്നത്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദക്ഷിണാമൂർത്തിയും ഗാനരചനയുടെ കുലപതിയായ അഭയദേവുമാണ്. ഉദയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക അതിലെ മനോഹരമായ ഗാനങ്ങളാണ്. നമ്മുടെ എല്ലാം സൗഭാഗ്യമായ സുശീലാമ്മയെ നമുക്ക് സമ്മാനിച്ചതും ഉദയ തന്നെയാണ്. ഉദയയ്ക്ക് വേണ്ടിയാണ് മലയാളത്തിൽ ഞാൻ ആദ്യമായി പാടിയത്. ദക്ഷിണാമൂർത്തി സ്വാമി ആദ്യമായി സുശീലാമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉദയയുടെ സീത എന്ന ചിത്രം 1960 ഇറങ്ങിയ ചിത്രമാണ്. അതിലെ പാട്ട് എന്ന് പറഞ്ഞാൽ ആരും മറക്കില്ല. ആ താരാട്ട് നമ്മൾ എന്നും ഓർക്കുന്ന ഒരു താരാട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആ ഗാനം. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ലവകുശന്മാരെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് സീത ഈ പാട്ട് പാടുന്നതെങ്കിലും ഈ പാട്ട് കേട്ട് ഒരു തലമുറ മുഴുവനും ഉറങ്ങിയിട്ടുണ്ട്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ